നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കാണുന്നില്ല. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവരേക്ക് റെക്കമെൻഡ് ആയി പോകുന്നു. നിങ്ങളുടെ വീഡിയോസിൽ ഒരുപാട് റീച്ച് കിട്ടുന്നു. YT സ്റ്റുഡിയോയിൽ ഒരു സെറ്റിംഗ്സ് ഉണ്ട്, അത് ഓൺ ആണോ എന്ന്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലിസേഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ യൂട്യൂബെല്ലാം തുടങ്ങിയ ബിഗിനേഴ്സിന്, അതേപോലെ യൂട്യൂബെല്ലാം ഇപ്പോൾ നിലവിൽ കൊണ്ടുപോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കരുത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. യൂട്യൂബെല്ലാം തുടങ്ങിയവർക്ക്, അതുപോലെ ഇപ്പോൾ യൂട്യൂബിൽ നിലവിലുള്ളവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കാണണമെങ്കിലും മറ്റുള്ളവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിലും നല്ല തംബ്നെയിൽസ് വേണം, നല്ല നല്ല കണ്ടൻറ്റ് വേണം, വീഡിയോ നല്ല ക്വാളിറ്റി വേണം, അതേപോലെ നല്ല സൗണ്ട് എല്ലാം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ വീഡിയോ കുറച്ച് പേരെങ്കിലും കണ്ടു കഴിയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ യൂട്യൂബ് പിന്നെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്തു കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, ഇങ്ങനെയെല്ലാം ചെയ്താലാണ് വീഡിയോ നന്നായി കയറി പോകുള്ളൂ എന്ന്. പക്ഷേ വേറൊരു പ്രോബ്ലം അനുഭവിക്കുന്നവരുണ്ടാവുമായിരിക്കും. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും, അതായത് നല്ല കണ്ടൻറ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ആണ്, അതേപോലെ നല്ല തംബ്നെയിൽസ് ഉണ്ട്, നല്ല ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നല്ല ടൈറ്റിൽ ഉണ്ട്, പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കാണുന്നില്ല, അധികം റെക്കമെൻഡായി പോകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീഡിയോസിൽ ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇതിന് രണ്ടാമത്തെ ഒരു കാരണം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്, അത് ഓൺ ആണോ എന്ന് നോക്കുക. ആ ഒരു സംഭവം ഓൺ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡായി പോവുകയുള്ളൂ. സോ നിങ്ങൾ നിങ്ങളുടെ YT സ്റ്റുഡിയോ എടുത്തിട്ട് ഞാൻ പറയാൻ പോകുന്ന ആ ഒരു ഓപ്ഷൻ ഓൺ ആണോ എന്ന് പോയി നോക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ YT സ്റ്റുഡിയോ തുറന്നിട്ട് ആ ഒരു ഓപ്ഷൻ ഓൺ ആണോ എന്ന് നോക്കുക. എനേബിൾ അല്ലെങ്കിൽ എനേബിൾ ആക്കിയിടുക കേട്ടോ. അതിന് ശേഷം നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവരേക്ക് റെക്കമെൻഡായി പോകുന്നത് നിങ്ങൾ തന്നെ കാണുന്നതായിരിക്കും. സോ ഞാനതൊരു സ്ക്രീൻ റെക്കോർഡിലൂടെയാണ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ എന്തായാലും ആ സ്ക്രീൻ റെക്കോർഡ് ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ തുറന്നിട്ട് നമ്മുടെ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് തുറക്കാം കേട്ടോ. അപ്പോൾ ആപ്പിൽ തുറന്നു കഴിയുമ്പോൾ അതിൽ മൂന്നാമത്തെ ഓപ്ഷനായി നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പ്ലസ് ആ ബെല്ല് അതിൻ്റെ അടുത്തത് നമ്മുടെ പ്രൊഫൈൽ, അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതേ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ നിന്ന് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരിക. അതിൽ ഏറ്റവും ലാസ്റ്റ് കണ്ടോ നിങ്ങളൊരു പൂത്തിരി പോലെ ഒരു സാധനം, ഹോം ടാപ്പ് എന്ന് പറഞ്ഞിട്ട്, അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം അതിനുള്ളിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഹോം ടാപ്പ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അപ്പോൾ അതേ ഇത് രണ്ടുമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും എനേബിൾ ആണോ എന്ന് ആദ്യം നിങ്ങളൊന്ന് നോക്കൂ. എനേബിൾ അല്ലെങ്കിൽ ഹോം ടാപ്പ് എന്നുള്ളതും എനേബിൾ ചെയ്തിടുക. അത് കഴിയുമ്പോൾ നേരെ താഴെ ഫോർ യു പറഞ്ഞിട്ടില്ലേ, അതും എനേബിൾ ചെയ്യാം. പിന്നെ ബ്ലൂ കളറിൽ കണ്ടോ മോർ സെറ്റിങ്സ്, പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെയാണ്, മോർ സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റെക്കമെൻഡായി പോകുന്ന ആ ഓപ്ഷൻ അവിടെയാണുള്ളത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഇടുന്ന കണ്ടൻറ് ടൈപ്പാണ് അതിൽ വന്നിട്ടുള്ളത്. വീഡിയോസ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, ലൈവ് സ്ട്രീംസ് ഉണ്ട്, അതൊക്കെ ഞാൻ എനേബിളാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ നേരെ താഴെ കണ്ടോ നിങ്ങൾ ആൾ കണ്ടൻറ് റെക്കമെൻഡഡ്, പിന്നെ റീസെൻറ്റ് കണ്ടൻറ് ഓൺലി. അപ്പോൾ ഇതിൽ ആൾ കണ്ടൻറ് റെക്കമെൻഡഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും റെക്കമെൻഡായി പോകണം മറ്റുള്ളവർക്ക് എന്നുള്ള ഓപ്ഷനാണ്. താഴത്തത് റീസെൻറ്റ് കണ്ടൻറ് ഓൺലി, നമ്മൾ ഇന്ന് ഇട്ട വീഡിയോ മാത്രമാണ് അത് റെക്കമെൻഡായി പോവുള്ളൂ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തത് നിങ്ങൾ ഏറ്റവും ഫസ്റ്റത്തെ ഓപ്ഷനായ ആൾ കണ്ടൻറ് റെക്കമെൻഡഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ആക്കിയിട്ടിട്ട് ഏറ്റവും താഴെ കണ്ടോ സേവ്, അതിൽ സേവ് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ നിങ്ങൾക്ക്. എന്നിട്ട് ലാസ്റ്റ് സേവ് എല്ലാം ആക്കി വെച്ചിട്ട് നേരെ ബാക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഗായ്സ് ഇത്രയും ചെയ്താൽ മതി ഗായ്സ്. ഇനി മുതൽ നിങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും മറ്റുള്ളവരേക്ക് റെക്കമെൻഡായി പോകാൻ തുടങ്ങും കേട്ടോ. എല്ലാ വീഡിയോസും, ഒരു ഇട്ട ആ വീഡിയോ മാത്രമല്ല എല്ലാ വീഡിയോസും. അപ്പോൾ ഗായ്സ് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? അപ്പോൾ ഈ ഒരു സംഭവം എനേബിൾ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ.
അതിനുശേഷം നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവരേക്ക് റെക്കമെൻഡ് ആയി പോകുന്നു, നിങ്ങളുടെ വീഡിയോസിൽ ഒരുപാട് റീച്ച് കിട്ടും, നിങ്ങൾ തന്നെ കാണുന്നതായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലിലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.